50 വർഷത്തിന് മുൻപും ഇങ്ങോട്ടും വെജിറ്റേറിയൻ സദ്യകളിലെ ഒരു പ്രധാന വിഭവമാണ് അവിയൽ. അന്നും ഇന്നും എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളതും അവിയലാണ്. ഇത് അന്ന് തയ്യാറാക്കിക്കൊണ്ടിരുന്നത് നാട്ടിൻപുറത്തെ അപ്പച്ചന്മാരായിരുന്നു. അതായത് ഹോം സയൻസ്, കുലിനറി സയൻസ്, പോഷകാഹാരശാസ്ത്രം, അതേപോലെ തന്നെ ഡയറ്റീഷ്യൻസ് ഇവരൊന്നുമില്ലായിരുന്ന കാലഘട്ടത്തിലാണ് ഇവർ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അക്കാലത്ത് നാട്ടിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന പച്ചക്കറികളും മറ്റ് കിഴങ്ങുവർഗ്ഗങ്ങളും ഒക്കെ ചേർത്താണ് അവർ അവിയൽ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ ഗ്രാമത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഇക്കാലത്ത് പോഷകാഹാരവുമായിട്ട് ബന്ധപ്പെട്ടവർ നിങ്ങൾ പച്ചക്കറികൾ ഉപയോഗിക്കുമ്പോൾ അത് അമിതമായി വേഗരുതെന്നും വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോഷകഗുണം നഷ്ടപ്പെടുമെന്നും അത് കഴിയുന്നത്ര ആവിയിൽ വേവിച്ചെടുക്കണമെന്നും പറഞ്ഞ് ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് 50 വർഷം മുൻപ് ഈ അപ്പച്ചന്മാർ എങ്ങനെയാണ് ഒരു അവിയൽ തയ്യാറാക്കിയെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടത്. ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് അന്ന് ആ അപ്പച്ചന്മാർ ചെയ്ത അവിയൽ ആ മണവും ആ രുചിയും ലഭിക്കുമെന്നറിയാൻ വേണ്ടി നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടൊന്ന് പരിശ്രമിക്കുകയാണ്. ഇവിടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അവിയൽ തയ്യാറാക്കാൻ ഇന്ന് വേണ്ടി എടുത്തിട്ടുള്ളത് ചേന, വെള്ളരിക്ക, പടവലങ്ങ, പയർ, വഴുതനങ്ങ, കായ, മുരിങ്ങയ്ക്ക, കാരറ്റ്, മാങ്ങ, പച്ചമുളക്, തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില, വെളിച്ചെണ്ണ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ഉപ്പ്. ഉരുളി അടുപ്പത്തേക്ക് വെക്കുവാണ്. പണ്ട് വാർപ്പെന്ന് പറയുന്ന വലിയ പാത്രത്തിലാണ് ഇത് വെച്ചുകൊണ്ടിരുന്നത്. എണ്ണയിലതൊന്നുമില്ല. ഞാൻ അലുമിനിയം പാത്രത്തിലാണ് അവിയൽ തയ്യാറാക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് അല്പം കറിവേപ്പിലൂടെ ഇടാം. ആദ്യം ഇതിലേക്ക് ഇടുന്നത് ചേനയാണ്. രണ്ടാമതായിട്ട് വെള്ളരിക്ക, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചേനയാണ്. അതേ അളവിൽ തന്നെ വെള്ളരിക്ക ഇട്ടിട്ടുണ്ട്. ഇനിയും ഇടുന്ന പടവലങ്ങ. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പഴയ അപ്പച്ചന്മാരും വെള്ളം ഒഴിക്കാറില്ല. ഇനി വഴുതനങ്ങ, കായ, പയർ, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് 2 സ്പൂൺ, ടീസ്പൂണാണ് ആവശ്യത്തിന്.
ഇത് വിറകടുപ്പിലാണ് ചെയ്യുന്നത്. തീ കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. വാഴയില കൊണ്ടാണ് മൂടുന്നത്. ഇത് പാത്രം വെച്ച് മൂടാറില്ല അന്ന്, അതായത് 50 വർഷം മുൻപ്. ഇനി ഇതിനകത്ത് 2 കാര്യങ്ങളുടെ ചേർക്കാനുണ്ട്. ഒന്ന് മുരിങ്ങയ്ക്ക, ഒന്ന് മാങ്ങ. അതിന് വേവ് കുറവായതിനാൽ ഇത് അല്പം വെന്തതിന് ശേഷം വേണം ഇടുവാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മൂട്ടിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഈ തേങ്ങയും പച്ചമുളകും അല്പം ഉള്ളിയുണ്ട്, അതും ചെറിയ ജീരകവും കൂടി ഒന്ന് അരച്ചിട്ട് വരാം. ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്യണം. നമുക്കൊന്നും കൂടി ഇതൊന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ അടിയിലേക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മുരിങ്ങയ്ക്കായോട് ഇട്ട് കൊടുക്കാം. തുറന്ന് നോക്കാം. അല്പം കൂടി ഇനി നമുക്ക് ഈ മാങ്ങ കൂടെ ചേർക്കാം. അപ്പോൾ നമുക്കിനി നോക്കാം. ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, അമിതമായി വെന്തിട്ടില്ല.
ഇനി തേങ്ങയും ജീരകവും പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയുടെ കൃഷി ചെയ്തതാണിത്. ഇനി അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അല്പം പച്ച കറിവേപ്പില കൂടി ഇതിനോട് ചേർക്കാം. തീ നിർത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ അവിയൽ ഇവിടെ ശരിയായിട്ടുണ്ട്. പച്ചക്കറികളുടെ പോഷകഗുണം നഷ്ടപ്പെടാതെ പോഷകാഹാര വിദഗ്ധർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആ രീതി ഫോളോ ചെയ്തുകൊണ്ട് നല്ലൊരു അവിയൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു നമ്മളിവിടെ. 50 വർഷം മുമ്പുള്ള അപ്പച്ചന്മാരെ ഓർക്കുന്ന സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ